അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ വലിയൊരു എയർ ഫിൽട്ടർ യൂണിറ്റ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഇതൊരു SOHC എഞ്ചിനാണ്, അതൊരു DOHC എഞ്ചിനാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ 250-കകത്ത് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ വീഡിയോ കേട്ടോ. എനിക്ക് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ കേട്ടോ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളാണോ? നിങ്ങളിപ്പം ഈ സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു വണ്ടി വാങ്ങാൻ നിൽക്കുക, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ കാണും, പഴയ 250 എടുക്കണോ അതോ പുതിയ 250 എടുക്കണോ എന്ന്. നിങ്ങൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാൽ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങളുടെ കൺഫ്യൂഷൻ കംപ്ലീറ്റ് മാറും. ഗൈസ്, നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. നമുക്കിനി ഫസ്റ്റ് ലുക്സ് പറഞ്ഞു തന്നെ തുടങ്ങാം കേട്ടോ. ഹെഡ്ലൈറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് കാണുന്ന ടൈമിൽ. ഇതാണ് നമ്മുടെ പഴയ 250-യുടെ ഹെഡ്ലൈറ്റ് വരുന്നത്. ഇതൊരു 6 പാക്ക് LED യൂണിറ്റ്സ് വരുന്നേക്കുന്നത്. പിന്നെ ഇവിടെ കണ്ടപ്പോൾ ഇല്ലേ, ഇവിടെ ഒരു DRL സെറ്റപ്പ് വന്നപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതേണ്ട കണ്ടില്ലേ, ഇവിടെ ആണെങ്കിൽ DRL സെറ്റപ്പ് വന്നേക്കുന്നത്. ഇവിടെ 6 പാക്ക് ആയിട്ടുള്ള ഒരു LED യൂണിറ്റ്സ് ആട്ടോ വന്നേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എലിമിനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുവിധം നമ്മൾ ഒറ്റയ്ക്ക് ഓടിക്കുന്നെങ്കിൽ കിടിലം വിസിബിലിറ്റിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. എതിരെ ഒരു വണ്ടി വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് വിസിബിലിറ്റിയുടെ കാര്യത്തിൽ ചെറിയൊരു ഷോ എന്ന് തോന്നുന്നത്. നമുക്കിനി പുതിയതും നോക്കാം. പുതിയ 250 നോക്കുന്ന ടൈമിൽ ഇതാണ് ഇതിൻ്റെ ഒരു ലൈറ്റ് സെറ്റപ്പ് വന്നേക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ DRLോ കാര്യങ്ങളോ ഒന്നും വന്നേപ്പോൾ ഇവിടെ ചെറിയൊരു കൗള് വന്നേപ്പോൾ ഉണ്ട്. നമ്മുടെ പഴയ 250-ക്ക് അതും വന്നേപ്പോൾ ഉണ്ട് കേട്ടോ, ചെറിയൊരു കൗള്. ഇത് അതിനെക്കാട്ട് കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. നമ്മൾ സസ്പെൻഷൻ നോക്കുന്ന ടൈമിലും സസ്പെൻഷൻ്റെ ഭാഗത്തും യാതൊരു മാറ്റമില്ല. 43mm അപ്സൈഡ് ഡൗൺ ഫോർക്കാട്ടോ വന്നേക്കുന്നത്. അതും WP-യുടെ അപ്പെക്സിൻ്റെ സസ്പെൻഷനാണ് രണ്ടിനകത്തും വന്നേക്കുന്നത്. രണ്ടിൻ്റെ സസ്പെൻഷൻ ട്രാവലും ഫീലും ഓൾമോസ്റ്റ് സെയിമാണ്. ഓൾമോസ്റ്റ് എന്നല്ല, സിമിലർ തന്നെ കേട്ടോ. താഴോട്ട് വരുന്ന ടൈമിലാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മൾഗാർഡ് സെറ്റപ്പ് ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പഴയ 250-യുടെ മൾഗാർഡ് സെറ്റപ്പാണ് ഇഷ്ടപ്പെട്ടത്. പഴയ ഡ്യൂക്ക് സീരീസിലേക്ക് വന്നിട്ടില്ലേ, ആ ഇതാട്ടോ, ഈ മൾഗാർഡ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. ഇത് നമ്മൾ നോക്കുന്ന ടൈമിൽ ഇത് കുറച്ചുകൂടെ ഒന്ന് ഡിസൈൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പഴയതിൻ്റെ തന്നെ ഇഷ്ടപ്പെട്ടത്. അതാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഒരു ബൾക്കി ഫീൽ നമുക്ക് തോന്നുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് ലൈറ്റായി പോയതുപോലെ. നമ്മൾ ഫ്രണ്ട് ടയർ നോക്കുന്ന ടൈമിൽ രണ്ടിനും സ്റ്റോക്കായിട്ട് വരുന്ന MRF-ൻ്റെ ടയേഴ്സ് കേട്ടോ. നമ്മൾ 250-യുടെ നോക്കിയാലും 390-യുടെ നോക്കിയാലും സെയിം സൈസാണ് വന്നേക്കുന്നത്. 110/17 R17 ടയേഴ്സ് കേട്ടോ രണ്ടിലും വന്നേക്കുന്നത്, സ്റ്റോക്കായിട്ട് തന്നെ. രണ്ടിലും MRF-ൻ്റെ ടയേഴ്സാണ്. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു മാറ്റങ്ങളും ഇല്ല, രണ്ടും സെയിം ആട്ടോ. പിന്നെ വന്നേക്കുന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ രണ്ടും റേഡിയൽ ടയേഴ്സാണ് വന്നേക്കുന്നത്. രണ്ടിനും ചെറിയ പാറ്റേണിനകത്ത് ചെറിയൊരു വ്യത്യാസവും കാര്യങ്ങളും വരുന്നുണ്ട്, പക്ഷേ ഓൾമോസ്റ്റ് സെയിം ആട്ടോ. എനിക്ക് ഫ്രണ്ട് ഡിസ്ക് നോക്കുന്ന ടൈമിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു വെയിറ്റും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ ഈ ഡിസ്കിന്. കണ്ടില്ലേ, ഡിസ്കിൻ്റെ ആ ഒരു പാറ്റേണും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേസമയം നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിസ്ക് ആട്ടോ. ഇതിന് ഏകദേശം അലോയുടെയും ഡിസ്കിൻ്റെ ഭാഗത്തുനിന്ന് ഏകദേശം 2 കിലോളം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഡിസൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ. അതേസമയം നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, അലോയ് നമ്മൾ നോക്കുന്ന ടൈമിൽ ഇത് നോർമൽ നമ്മൾ കണ്ടേക്കുന്ന അലോയ് കേട്ടോ. ഇത് പുതിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അലോയ് കേട്ടോ നമ്മൾ ഇതിനകത്ത് കണ്ടേക്കുന്നത്. നിങ്ങൾക്ക് ആ ഡിസൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പുതിയ 250 എന്ന് വെച്ചാൽ അത്യാവശ്യം ബൾക്കിയും, പഴയ 250 നോക്കുന്ന ടൈമിൽ കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള ഒരു വണ്ടി കേട്ടോ. ഇതിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഇത് ബൾക്കി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ തോന്നാൻ കാരണമെന്ന് വെച്ചാൽ ഈ കണ്ടില്ലേ, ഈ ഒരു ഫിങ്സ് പോലെയുള്ള സംഭവം നമ്മുടെ പുതിയ 390-ക്കൊക്കെ വന്നേക്കുന്നത്, പുതിയ 390-ക്ക് 250-ക്കും വന്നേക്കുന്നത് ഈ വിങ്സ് ആട്ടോ ഇതിനകത്ത് അത്യാവശ്യം ഒരു സൈസ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ടാങ്കും അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ. പഴയ 250 വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പഴയ 250-ക്കകത്ത് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു 13.4 ലിറ്റേഴ്സിൻ്റെ ടാങ്ക് കേട്ടോ വന്നേക്കുന്നത്. അതേസമയം നമ്മുടെ പുതിയ 250-ലേക്ക് വരുന്ന സമയത്ത് 15 ലിറ്റേഴ്സിൻ്റെ ഒരു ടാങ്ക് കേട്ടോ വന്നേക്കുന്നത്. അത്യാവശ്യം കുറച്ചുകൂടെ മൈലേജ് ഇതിനകത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ടാങ്ക് വലുതായതുകൊണ്ടല്ല, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എൻജിൻ സൈഡ് പറയുന്ന ടൈമിൽ പറഞ്ഞുതരാം. നമ്മൾ കയറി ഇരിക്കുന്ന ടൈമിലാണെങ്കിലും അത്യാവശ്യം വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നേക്കുന്നത് 800 mm ആട്ടോ സീറ്റ് ഹൈറ്റ് വന്നേക്കുന്നത്. എനിക്ക് 2 സൈഡും കിഡിലുമായിട്ട് കാല് കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്. നോക്കിയോ, കണ്ടില്ലേ. അതേസമയം ഞാൻ ഇനി പഴയതിനകത്തോട്ട് കയറി കാണിക്കാം. നമ്മൾ പഴയത് കയറുമ്പോൾ ഉള്ള അവസ്ഥ കണ്ടില്ലേ. പഴയത് കയറുമ്പോൾ ഉള്ള സീനെന്ന് വെച്ചാൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കാല് കുത്താനേ പറ്റുന്നുള്ളൂ. നമ്മുടെ അഡ്വഞ്ചറിൻ്റെ അത്രയും സീറ്റ് ഹൈറ്റ് ഇല്ല, അന്നെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പഴയതിനകത്ത് വന്നേക്കുന്നതെന്ന് വെച്ചാൽ 820 mm സീറ്റ് ഹൈറ്റ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. എനിക്ക് 2 സൈഡും കുഴപ്പമില്ലാതെ കാലെത്തിക്കാനേ പറ്റുന്നുള്ളൂ. അതേസമയം നമ്മുടെ പുതിയത് നോക്കുന്ന ടൈമിൽ 800 mm വരുന്നുള്ളൂ. എനിക്ക് ഇതിനെക്കാട്ട് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് പുതിയതിനകത്ത് കാല് കുത്താൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത്ര സീറ്റ് ഹൈറ്റ് കുറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കുഷനിലോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല.
ഇതിൻ്റെ വന്നേക്കുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ മോണോഷോക്ക് കണ്ടില്ലേ, ഇത് കുറച്ചുകൂടെ ഓഫ് സെറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് കുറയ്ക്കാനും പറ്റും, ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടാനും പറ്റും. അതാണ് ഈ ഓഫ് സെറ്റ് ആയിട്ട് ഷോക്ക് വെച്ചുകൊണ്ടുള്ള ഗുണം. ഇതിനകത്ത് 10 സ്റ്റേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോക്ക്, മോണോഷോക്ക് കേട്ടോ നമുക്ക് ബാക്ക് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മോണോഷോക്ക് വന്നേക്കുന്നുണ്ടല്ലോ, ഇത് 10 സ്റ്റെപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പോലും ഇത് നോർമൽ രീതിക്ക് ഇത് വെച്ചേക്കുന്നത്, ഇത് കുറച്ചുകൂടെ ഓഫ്സെറ്റ് ആയിട്ട് വെച്ചേക്കുന്നത്. അതാണ് മെയിൻ കാരണം. വേറൊരു ഗുണം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ വലിയൊരു എയർ ഫിൽട്ടർ യൂണിറ്റ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പവറും ഔട്ട്പുട്ട് നമുക്ക് കിട്ടും കേട്ടോ. ആണെങ്കിൽ നമ്മൾ രണ്ടിൻ്റെ എൻജിൻ സൈഡ് നോക്കുന്ന ടൈമിലാണെങ്കിൽ ഇത് 249cc ലിക്വിഡ് കൂൾഡ് SOHC എഞ്ചിനാണ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്, നമ്മുടെ പുതിയ 250 വന്നേക്കുന്നത്. അതേസമയം നമ്മുടെ പഴയ നോക്കുന്ന ടൈമിൽ 249cc ലിക്വിഡ് കൂൾഡ് DOHC എഞ്ചിനാണ് കേട്ടോ വന്നേക്കുന്നത്. എന്നുവെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്യത്യാസം ഞാൻ ഇതിൻ്റെ റിവ്യൂവിനകത്ത് പറഞ്ഞപ്പോൾ ഉണ്ട്. ഞാൻ വേണം ഒന്നുകൂടെ പറഞ്ഞുതരാം. ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ സത്യത്തിൽ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു SOHC എഞ്ചിനാണ്, അതൊരു DOHC എഞ്ചിനാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ പുതിയതിനകത്ത്. പഴയതിനകത്ത് ഡ്യുവൽ ക്യാം ഷാഫ്റ്റ് വരുന്നുണ്ട് കേട്ടോ, ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റാണ് വന്നേക്കുന്നത്, അതും ഡ്യുവൽ. അതാ DOHC SOHC തമ്മിലുള്ള വ്യത്യാസം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ എഞ്ചിൻ ഉണ്ടാക്കുന്ന പവർ ഉണ്ടല്ലോ, കംപ്രഷൻ, അതിൻ്റെ എക്സോസ്റ്റ് ഗ്യാസും കാര്യങ്ങളും ഒക്കെ പുറത്ത് തള്ളാനായിട്ടാണ് ഈ നമ്മുടെ ക്യാം ഷാഫ്റ്റിൻ്റെ ഉപയോഗം. ഇപ്പോൾ 2 പേര് ചെയ്യുന്ന ജോലിയും അതേസമയം ആ ജോലി തന്നെ ഒരാളും ചെയ്യുമ്പോൾ ഏതായിരിക്കും പെട്ടെന്ന് തീരുന്നത്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ എനിക്ക് SOHC ആക്കിയോണ്ട് ചെറിയൊരു മടുപ്പും കാര്യങ്ങളും ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനീഷ്യലി കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. പഴയ 250 നോക്കുന്ന ടൈമിലാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഡ്യുവൽ ക്യാരക്ടറുള്ള ഒരു എഞ്ചിനാണെന്ന് വേണം പറയാം കേട്ടോ. അതേസമയം SOHC ആക്കിയതിന് ശേഷമാണെങ്കിൽ വന്നേക്കുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഇനീഷ്യൽ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതേപോലെ തന്നെ നമ്മുടെ ടോപ്പ് എൻഡ് ഇതിനകത്ത് ഷോകമായിട്ടുമുണ്ട്. ഇതിൻ്റെ കാര്യം നോക്കുന്ന ടൈമിൽ നമ്മുടെ ഇനീഷ്യലി ഇച്ചിരി ഒന്ന് ഷോകാണ്, പക്ഷേ ടോപ്പ് എൻഡ് കുഴപ്പമില്ല കമ്പാരിറ്റീവ്ലി നമ്മുടെ പുതിയ 250. നമ്മുടെ പുതിയ 250 അത് നോക്കുന്ന ടൈമിൽ LC4C എന്ന് പറയുന്ന പുതിയൊരു എഞ്ചിൻ കോൺഫിഗറേഷൻ കേട്ടോ. പല തവണ LC4C എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, വേണം ഒന്നുകൂടെ പറഞ്ഞുതരാം. LC4C എന്ന് വെച്ചാൽ ലിക്വിഡ് കോൾഡ് 4 വാൾവ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ കേട്ടോ. ഇത് നമ്മുടെ ടിപ്പിക്കൽ 249cc എഞ്ചിൻ വരുന്ന ഒരു ഇതാട്ടോ കോൺഫിഗറേഷനാണ് നമ്മുടെ ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ 250 ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. നമ്മുടെ പഴയതിനകത്ത് ക്വിക്ക് ഷിഫ്റ്റർ ഒന്നും വരുന്നില്ല. ഇതിനകത്ത് ക്വിക്ക് ഷിഫ്റ്ററും വരുന്നുണ്ട്, ഓട്ടോ ബ്ലിപ്പറും വരുന്നുണ്ട് കേട്ടോ. ഈ സെഗ്മെൻറ്റ് ഈ സംഭവം ആദ്യമായിട്ട് ഒരു 250cc ഇങ്ങനെ കൊടുക്കുന്നത്, അതും ക്വിക്ക് ഷിഫ്റ്ററും ഓട്ടോ ബ്ലിപ്പറും. ക്വിക്ക് ഷിഫ്റ്ററിനെ പറ്റി പറയുന്ന ടൈമിൽ നമ്മുടെ RTR 310 അത്രയും ഒരു കിടിലായിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്ററാണെന്ന് ഞാൻ പറയത്തില്ല, എന്നാലും കുഴപ്പമില്ല. ഈ 250cc ആദ്യമായിട്ടാണ് ക്വിക്ക് ഷിഫ്റ്റർ കൊടുക്കുന്നത് തന്നെ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു വെൽക്കമിങ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് കേട്ടോ. ഇതേ ഗൈസ്, പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ കിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നുണ്ടല്ലേ. ഇത് സാധാരണ നമ്മൾ പണ്ടത്തെ KTMലൊക്കെ കണ്ടപ്പോയില്ല, ആ ഒരു ടിപ്പിക്കൽ കിൽ സ്വിച്ചും കാര്യങ്ങളും കേട്ടോ വന്നേക്കുന്നത്. ഇത് വന്നേക്കുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ ബാക്കി ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഒരു കിൽ സ്വിച്ച് വന്നപ്പോൾ ഉണ്ട്, ഇഗ്നിഷൻ്റെ സ്വിച്ച് വന്നപ്പോൾ ഉണ്ട്. ഇവിടെ ലോ ബീം ഹൈ ബീം, അല്ല ഇവിടെ പാസ് സ്വിച്ച്, ഇത് ലോ ബീം ഹൈ ബീം, ഇത് ഇൻഡിക്കേറ്റർ, ഇത് ഹോണ്. അങ്ങനെ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. നമ്മളിപ്പം പുതിയതിൻ്റെ നോക്കുന്ന ടൈമിൽ പുതിയൊരു മീറ്റർ സെറ്റപ്പ് കേട്ടോ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ ഫസ്റ്റ് അഡ്വഞ്ചർ 250 നമ്മുടെ RC 200 കണ്ടപ്പോൾ ഇല്ല, അതേ ഒരു മീറ്റർ സെറ്റപ്പ് കേട്ടോ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് അതിലെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്വിക്ക് ഷിഫ്റ്റർ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. കിൽ സ്വിച്ച് ഇതിനകത്ത് നമ്മുടെ ക്വിക്ക് ഷിഫ്റ്റർ ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ കേട്ടോ അഡീഷണൽ ആയിട്ട് വരുന്നത്. ഹാൻഡിൽ ബാറിലെ സ്വിച്ചസ് നോക്കുന്ന ടൈം ഇതേ ഇപ്പോഴത്തെ കിൽ സ്വിച്ച് എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു വെറൈറ്റി കിൽ സ്വിച്ച് കേട്ടോ വന്നേക്കുന്നത്. നമ്മുടെ പ്രീമിയം ബൈക്സിലൊക്കെ കാണത്തില്ല, അതേപോലത്തെ ഒരു കിൽ സ്വിച്ചും കാര്യങ്ങളും കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. അതേ കണ്ടില്ലേ, നമ്മൾ താഴോട്ടാക്കുക എന്നിട്ട് സ്വിച്ച് നോക്കുക, അതാണ് ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ്. പിന്നെ ഇപ്പുറത്ത് നമ്മൾ നോക്കുന്ന ടൈമിലാണെങ്കിൽ ഇവിടെ ഒരു ഹസാർഡിൻ്റെ സ്വിച്ച് വന്നപ്പോൾ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെയാണ് ലൈറ്റിൻ്റെ ബാക്കിലാണ് ലൈറ്റിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളും വന്നേക്കുന്നത്. ലോ ബീം ഹൈ ബീം പാസ്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടെ കേട്ടോ വന്നേക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഈ സ്വിച്ചും കാര്യങ്ങളും വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കാര്യങ്ങൾ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ലാപ്പ് ടൈമും അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഓഡിയോ പ്ലെയർ ഇല്ലേ, അതെന്ന് വെച്ചാൽ ഈ സ്വിച്ച് നമ്മൾ നാവിഗേറ്റ് ചെയ്യുമ്പോൾ ഉള്ള സൗണ്ട് ഇല്ലേ, അതാണ് ഈ സംഭവം. അഡീഷണൽ ആയിട്ട് ഇത് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു അസാഡിൻ്റെ സ്വിച്ച് വന്നപ്പോൾ ഉണ്ട്. പിന്നെ ഈ പാസ് സ്വിച്ചിനകത്ത് തന്നെ നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ചുകളും വന്നേക്കുന്നത്.
പിന്നെ ഇത് നാവിഗേറ്റ് ചെയ്യാനുള്ള ഒരു ഇതും വന്നേപ്പോൾ ഉണ്ട്, അത്രയേ ഉള്ളൂ. വേറെ അഡീഷണലായിട്ട് ഇതിനകത്തൊന്നും വന്നേപ്പോൾ ഇല്ല. പിന്നെ നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് നോക്കുന്ന ടൈമിൽ നമ്മുടെ പഴയതിൻ്റെ ബ്രേക്ക് വന്നേക്കുന്നതെന്ന് വെച്ചാൽ 230mm ഡിസ്ക് കേട്ടോ ബാക്ക് വന്നേക്കുന്നത്. അതേസമയം നമ്മുടെ പുതിയതിൽ നോക്കുന്ന ടൈമിൽ 230 240 ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ബൈറ്റ് കേട്ടോ ഇപ്പോഴത്തെ പുതിയതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം കിടിലമായിട്ടാണ് അത് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ സാരി ഗാർഡ് നോക്കുന്ന ടൈമിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇതൊരു ബട്ടർഫ്ലൈ സാരി ഗാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ഇവിടെ നോക്കുന്ന ടൈമിൽ വേറെ കുറച്ചുകൂടെ ഒന്ന് ബൾക്കായിട്ടുള്ള വൃത്തിയായിട്ട് സാരി ഗാർഡ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. 2 സീറ്റ് നോക്കുന്ന ടൈമിലും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് 2 സീറ്റിൻ്റെ കുഷനിങ് ഏകദേശം സെയിം ആട്ടോ. പാറ്റേണിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അതർവൈസ് സീറ്റ് ഒക്കെ സെയിം ആട്ടോ വന്നേക്കുന്നത്. വേണേൽ ഡീറ്റെയിൽ ആയിട്ട് 2 ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? നിങ്ങൾക്കിപ്പോൾ ഇത്രയും വീഡിയോ കണ്ടുവരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിക്കണോ ഏതാ ബെറ്റർ ഏതാ നല്ലതെന്ന്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഒരു റോ പവർ ഓടിക്കണം. എന്നുവെച്ചാൽ ടോപ്പ് എൻഡ് ഒക്കെ അത്യാവശ്യം നല്ലൊരു ടോപ്പ് എൻഡ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ വണ്ടി നോക്കാൻ നിന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിനാണ് വേണ്ടത്. നിങ്ങൾക്ക് ഒരു ഇനീഷ്യലൊക്കെ നല്ലോണം ഒന്ന് പൊളിക്കണം, ടോപ്പ് എൻഡ് അത്യാവശ്യം ഒന്ന് സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ലെന്നൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പുതിയത് എടുക്കാനാണ്. പുതിയതിനകത്ത് ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിനാട്ടോ വന്നേക്കുന്നത്. എന്നുവെച്ചാൽ LC4C എന്ന് പറയുന്ന പുതിയൊരു എൻജിൻ കോൺഫിഗറേഷൻ വന്നേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്, ഓട്ടോ ബ്ലിപ്പർ വരുന്നുണ്ട്, പുതിയൊരു ഡിസൈനാണ് വന്നേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല പുതിയ ബ്രേക്കിംഗ് സെറ്റപ്പാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പം ഇതിനകത്ത് കുറച്ച് മുൻതൂക്കങ്ങളുണ്ട്. എന്നാലും ഓടിക്കുന്ന ടൈമിൽ ഒരു റൈഡ് ഫീലാണ്. അത് എൻ്റെ പേഴ്സണൽ ഫീലാണ് കേട്ടോ. ആരും വന്ന് ചീത്ത വിളിക്കാനൊന്നും ചെയ്യല്ലേ. എൻ്റെ പേഴ്സണൽ ഫീലാണ് ഞാൻ പറയുന്നത്. കുറച്ചുകൂടെ ഒന്ന് ടോപ്പ് എൻഡ് ഇച്ചിരി കൂടെ ഒരു അഗ്രസീവ്നെസ് കാണിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന പഴയ ഇത് തന്നെ കേട്ടോ. അതെൻ്റെ പേഴ്സണൽ ഫീലാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ചെറിയൊരു കമ്പാരിസൺ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോടെ നിൽക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബായ്.